സംസ്ഥാനത്ത് ഓൺലൈൻ ടാക്സി ഭക്ഷ്യവിതരണ തൊഴിലാളികളുടെ പണിമുടക്ക്. ഊബറിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ 3 ദിവസത്തേക്കാണ് പ്രതിഷേധം. ഊബർ ചർച്ചയ്ക്ക് വിളിച്ചതിനാൽ കൊച്ചിയിലെ ഡ്രൈവർമാർ പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല. ചർച്ചയിൽ അനുകൂല തീരുമാനമുണ്ടായില്ല എങ്കിൽ സമരം വീണ്ടും ശക്തമാക്കുമെന്നാണ് തൊഴിലാളികളുടെ മുന്നറിയിപ്പ്. അഷിൻ ഡിയേഗോ, ഷാബാസ് അഹമ്മദ് എന്നിവർ വിവരങ്ങളുമായി. അഷിൻ, ഓൺലൈൻ ടാക്സി ഭക്ഷ്യവിതരണക്കാർ ഇപ്പോൾ പണിമുടക്കിലേക്ക് കടക്കുകയാണ്. അതൊരു പൂർണ്ണമായ പണിമുടക്ക് എന്ന രൂപത്തിൽ കാണേണ്ടതുണ്ടോ? ഓൺലൈൻ ടാക്സി ഗിഗ് തൊഴിലാളികൾ നിലവിലിപ്പോൾ അവരുടെ പണിമുടക്ക് തുടരുകയാണ്. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഒരു പ്രതിഷേധ ധർണ നടത്തുകയാണ് തൊഴിലാളികൾ എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ പി.സി. വിശ്വനാഥ് എം.എൽ.എ. ഇവരുടെ ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യും. നിലവിലിപ്പോൾ കൊച്ചിയിൽ ഇത് സംബന്ധിച്ച് ഒരു ചർച്ച നടത്തുന്നുണ്ട്. ഈ ചർച്ചയിലായിരിക്കും പിന്നീട് സമരത്തിന്റെ രൂപം, ഇതിനുശേഷം എന്തായിരിക്കും തീരുമാനം എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചായിരിക്കും മുന്നോട്ട് ഈ ഒരു സമരം കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കുക. നിലവിലിപ്പോൾ ഇന്നും നാളെയും മറ്റന്നാളും, അതായത് 17, 18, 19 3 ദിവസങ്ങളിലേക്കാണ് ഓൺലൈൻ ടാക്സി ഗിഗ് തൊഴിലാളികൾ പണിമുടക്കുന്നത്. സൊമാറ്റോ, അതുപോലെ തന്നെ സ്വിഗ്ഗി അടക്കമുള്ള ഭക്ഷ്യവിതരണ തൊഴിലാളികളും ഈ ഒരു സമരത്തിന്റെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സർക്കാർ തീരുമാനിച്ചിട്ടുള്ള മിനിമം വേതനം നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇവരുടെ ആവശ്യങ്ങൾ. എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രധാന ആവശ്യങ്ങൾ? ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറയുന്നത്, യൂബർ ഈ ഓരോ സമയത്തും ഓരോ നിരക്കാണ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. കേരള സർക്കാർ ഏകീകൃതമായി തന്നിരിക്കുന്ന ഒരു റേറ്റ് ഘടന പോലും ഈ യൂബർ ഞങ്ങൾക്ക് തരുന്നില്ല. ഓരോ ജില്ലയ്ക്ക് അടിസ്ഥാനമായി അവരവരുടെ ഡിമാൻഡ് അനുസരിച്ചുകൊണ്ട് മാത്രമാണ് യൂബർ റേറ്റ് തരുന്നത്. തികച്ചും ഇന്ന് ഒരു ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് CNG കാശിന് പോലും പണം തികയാത്ത അവസ്ഥയിൽ ദാരിദ്ര്യപ്പെട്ട കുടുംബാവസ്ഥ നയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിച്ചു. ഇനി ഞങ്ങൾക്ക് തീരെ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ തെരുവിലേക്ക് ഈ പ്രതിഷേധവുമായി ഇന്ന് ഇവിടെ ഇറങ്ങേണ്ടി വന്നത്. കൊച്ചിയിൽ ഒരു ചർച്ച നടക്കുന്നുണ്ടല്ലോ, ഈ ചർച്ചയുടെ ഭാഗമായിട്ട് അനുകൂല തീരുമാനം ഉണ്ടായാലേ പണിമുടക്ക് അവസാനിപ്പിക്കും. ഇന്ന് കൊച്ചിയിൽ ചർച്ച ഇന്ന് നടക്കുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ അവർ മാറ്റി നാളത്തേക്കാണ് വെച്ചിരിക്കുന്നത്. ഇന്നത്തെ ഇവിടുത്തെ പ്രതിഷേധ സമരം വളരെ ശക്തമായിരിക്കും. നാളെ നടക്കുന്ന ചർച്ചയിൽ നമുക്ക് ഒരു അനുകൂല നിലപാട് വരികയാണെങ്കിൽ മാത്രം പ്രതിഷേധം മുന്നോട്ട് പോണോ വേണ്ടോ എന്ന് സംയുക്ത സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ആലോചിച്ചതിന് ശേഷം തീരുമാനിക്കും. എന്തായാലും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിലവിലിപ്പോൾ ഈ ഓൺലൈൻ ടാക്സി ഗിഗ് തൊഴിലാളികൾ പണിമുടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ തീരുമാനിച്ചിട്ടുള്ള ഏകീകൃത നിരക്ക് അത് നടപ്പിലാക്കണം. അതുപോലെ തന്നെ ഊബർ കമ്പനി നടത്തുന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങൾ അത് പിൻവലിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നുകൂടിയുണ്ട്, അനാവശ്യമായി ഈടാക്കുന്ന സബ്സ്ക്രിപ്ഷൻ ചാർജ് അത് ഒഴിവാക്കി നൽകണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് നിലവിലിപ്പോൾ ഓൺലൈൻ ടാക്സി ഗിഗ് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നിലവിലിപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് ധർണ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പി.സി. വിശ്വനാഥ് എം.എൽ.എ. ഈ ധർണ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. ഷാബാസ്, ഇപ്പോൾ കൊച്ചിയിൽ ചർച്ച നടക്കുകയാണോ? കൊച്ചിയിൽ പണിമുടക്കിൽ തൊഴിലാളികൾ പങ്കെടുക്കുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, നിലവിൽ ഇത് സംബന്ധിച്ച ചർച്ച യൂബർ കമ്പനിയും ഈ ഓൺലൈൻ ടാക്സി തൊഴിലാളികളുമായി കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പനേരം മുമ്പ് 11:30 ഈ ചർച്ച തുടങ്ങിയത്. കൊച്ചിയിലെ യൂബറിന്റെ ഓഫീസിൽ വെച്ച് തന്നെയാണ് ഈ ചർച്ച നടക്കുന്നത്. AITUCയുടെയും ഒപ്പം ഈ സംയുക്ത സമരസമിതിയുടെയും ഒക്കെ പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ ചർച്ചയിലെ തീരുമാനം എന്താണെന്ന കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാകും. ഈ ചർച്ചയിലെ തീരുമാനം അനുകൂലമാണെങ്കിൽ ഈ സമരത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുമെന്നാണ് ഈ കൊച്ചിയിലെ ഓൺലൈൻ ടാക്സി തൊഴിലാളികൾ നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഈ ചർച്ചയ്ക്ക് വിളിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഈ സമരത്തിൽ നിന്ന് കൊച്ചിയിലെ ഓൺലൈൻ ടാക്സി തൊഴിലാളികൾ പിന്മാറിയിട്ടുണ്ട്. ഇത്തരത്തിൽ ആദ്യമായാണ് യൂബർ കമ്പനി ഈ തൊഴിലാളികളുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നത്തെ ഒരു ദിവസം ഈ സമരത്തിൽ പണിമുടക്കിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് കൊച്ചിയിലെ ഓൺലൈൻ ടാക്സി തൊഴിലാളികൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ അല്പനേരം മുമ്പ് തുടങ്ങിയ ചർച്ച ഇപ്പോഴും കൊച്ചിയിലെ യൂബർ ഓഫീസിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ എന്താണ് കമ്പനിയുടെ നിലപാട് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. അതനുസരിച്ച് മാത്രമാണ് ഈ സമരം തുടർന്ന് കൊണ്ടുപോകണോ എന്ന കാര്യത്തിൽ ഓൺലൈൻ ടാക്സി തൊഴിലാളികൾ ഒരു തീരുമാനത്തിലേക്ക് എത്തൂ. സ്മൃതി, ശരി. ഷാബാസ് അഹമ്മദും ഒപ്പം അഷിൻ ഡിയോഗുമാണ് വിവരങ്ങൾ നൽകിയത്.